അധ്യായം 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. സ്പാർട്ടയുമായി സഖ്യം. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്തത് റോമയിലേക്ക് അയച്ചു. അതിനു വേണ്ടി തന്നെ സ്പാർട്ടയിലേക്ക് മറ്റും സ്ഥലങ്ങളിലേക്ക് അവൻ സന്ദേശം അയച്ചു. അവർ റോമയിലെത്തി. അവിടെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു, പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥൻ സ്പാർട്ടാക്കർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റു യഹൂദരും സ്പാർട്ടയിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഒനിയാസുവിനു മുൻപ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ. ഒനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സംഘത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകർത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ച് ഏറെക്കാലം കാത്തിരിക്കുകയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരന്മാരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവിധിയുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളെ ആകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സംഖ്യാഷ്ടികളെയോ സുഹൃത്തുക്കളെയോ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള തങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കോസിന്റെ മകൻ ന്യൂമേനെയും യൂസിന്റെയും ജാസിന്റെ മകൻ അന്തിപക്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സഹോദരം നവീകരിക്കുന്നതിനും സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ. ഓനിയാസി അയച്ച കത്തിന്റെ പകർപ്പിതാണ്. സ്പാർട്ടയിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഒനായാസ് മംഗളം ആശംസിക്കുന്നു. സ്പാർട്ടക്കാരും യഹൂദരും സഹോദരരാണെന്ന് അബ്രഹാമത്തിന്റെയും വംശത്തിൽപ്പെട്ടവരാണെന്ന് ദൈവങ്ങളെ കാണിക്കുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അത് അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്. നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാവുന്നു. ഞങ്ങളുടേത് നിങ്ങളുടേതും ഈ വിവരം നിങ്ങൾ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദമായത്രോസിനെതിരെ യുദ്ധം. ദമായത്രോസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സേനാവ്യൂഹവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രി യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധമേന്തി ജാഗ്രതയോടെ നിൽക്കാൻ ജോനാഥൻ തന്റെ സൈന്യത്തിനോട് ആജ്ഞാപിക്കുകയും പാളയത്തിന് ചുറ്റും ഉപകർഷസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥനും സൈന്യവും യുദ്ധ സജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചിതരും നഷ്ടധൈര്യവുമായി പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരെ പുലരുന്നത് ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥൻ പിന്തുടർന്നുവെങ്കിലും അവർ ഏലത്ത് തന്തി കിടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥൻ സബദിയിൽ എന്ന് അറിയപ്പെടുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ഷിമയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കപ്പുറത്ത് അത് അധീനമാക്കി. ഡെമത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കൂട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു. അതിന്റെ സംരക്ഷണത്തിനായി ഒരു കവൽ സേനയെ അവൻ നിയോഗിച്ചു. ജെറുസലേം സുരക്ഷിതമാക്കുന്നു. ജോനാഥൻ തിരിച്ചു വന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദായിൽ ശക്തി ദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രിയാവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിന് കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗര നിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കഫേനാദ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഷിമയോൻ ഷഫേലയിലെ അദീദ നിർമ്മിച്ചു. ഓടമ്പലമുള്ള വാതിലുകൾ വച്ച് അതിനെ സുരക്ഷിതമാക്കി. ജോനാഥൻ ശത്രുകരങ്ങൾ. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതും അന്ത്രയോസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫ ശ്രമിച്ചു. ജോനാഥൻ അത് സമ്മതിക്കില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥൻ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേത്ഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥൻ ബേത്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവർ വന്നിരുന്നത് കണ്ട് ട്രിഫ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രിഫ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥനോടും പറഞ്ഞു, നാം യുദ്ധത്തിനല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേർ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവർ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞിരിക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളമായിസിലേക്ക് വരിക. ഞാൻ അത് മറ്റ് ശക്തി ദുർഗങ്ങളും ശേഷിച്ചിരിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊത്ത് നിർത്തി. അത് 2000 പേരുടെ ഗലീലയിൽ നിയോഗിച്ചു. 1000 പേർ അവൻ അനുഗമിച്ചു. ജോനാഥൻ ടോളമായിസിൽ വന്ന ഉടനെ അവിടുത്തെ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ടിഫോ ഗലീലയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെ അയച്ചു. ജോനാഥൻ പിടിക്കപ്പെട്ടുവെന്ന് അവനോട് ഒത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കി അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. യുദ്ധസജ്ജ
ദുഷ്ടരായ സുഹൃത്ത് വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യുദ്ധദേശത്തെത്തി. ജോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിൽ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.